മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പുന്നാര നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ യുഹ്ശറു അഹദും മഅ ശുഹദാഇ യാ റസൂലല്ലാഹ്, നബിയേ നാളെ ശുഹദാക്കളുടെ കൂട്ടത്തില് ആർക്കെങ്കിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുണ്ടോ നബിയേ? ഇതെല്ലാ പെണ്ണുങ്ങളും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമുക്ക് ആർക്കും ഷഹീദാവാനുള്ള അവസ്ഥ പെടില്ല, യുദ്ധം ചെയ്യാനുള്ള അവസ്ഥ പെടില്ല. നമുക്കൊക്കെ ഹംസത്തുൽ ഖറാരി ഇരിക്കുന്ന സീറ്റിലൊന്നും പോയിരിക്കണ്ടേ? അല്ല, അതിനാഗ്രഹമില്ല. എന്നാ അതിന് നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇത് ഞാൻ എനിക്ക് തോന്നിയേ പറയാൻ പറ്റില്ല. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പെണ്ണുങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. എന്താ അറിയോ? ആയിഷ സിദ്ദീഖയുടെ സംശയ, നബിയെ ശുഹദാക്കളെ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് പോയിരിക്കാൻ പറ്റുമോ? ഞാൻ ഏതായാലും ഷഹീദല്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, 24 മണിക്കൂറിനിടയിൽ രാപ്പകലുകളിലായി 24 മണിക്കൂറല്ലോ, ഈ 24 മണിക്കൂറിനിടയിൽ ഒരു 20 പ്രാവശ്യം എനിക്ക് മരിക്കണല്ലോ എന്ന് ചിന്തിച്ചാൽ അവൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ. എന്താ നടപ്പിലായിക്കൂടി? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെ എണ്ണം തീർക്കല്ല കേട്ടോ. സീരിയലിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നിട്ട് മരണം 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 ആ സൗണ്ട് ഒന്ന് കൂട്ടി മരണം മരണം അങ്ങനല്ല. അത് 200 2000 ഒക്കെ കൂട്ടാ. അതല്ല, ഒറ്റ വലി മരിക്കണല്ലോ ഇങ്ങനത്തെ ഒരു 20 വിചാരം അവൻ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല കൂട്ടത്തിൽ പങ്കെടുത്തിട്ട് അല്ലാഹു തആല കൂട്ടത്തിൽ പങ്കെടുത്തിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ അന്തസ്സൊക്കെ പോകും, ഈ അന്തസ്സൊക്കെ പോകും. ഇപ്പൊ അവരൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നു, ഞങ്ങളൊക്കെ അവിടെ ഇരിക്കണം അല്ലേ? നാളെ ഞങ്ങളെല്ലാരും 3 കഷ്ണം തുണിയിലാണ്. നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനും ഏറ്റവും വലിയ മന്ത്രിയും ആ നാട്ടിലെ അഴുക്കിച്ചാൽ വൃത്തിയാക്കിയിട്ട് ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ച വളരെ പാവപ്പെട്ട തൊഴിലാളിയും മരിച്ചാ പോണത് ഒരേ വണ്ടിയിലാണ്. ഒരേ വണ്ടിയിലാണ് അല്ലേ? ഒരേ വണ്ടിയാണ്. നാട്ടിലെ വലിയ പ്രമാണി മരിച്ചു, കോടീശ്വരൻ മരിച്ചു. അയാളെ കൊണ്ടുപോകുന്നത് പള്ളിക്കാട്ടിലെ ഈ മയ്യത്ത് കട്ടിന്റെ ഉള്ളിലാണ്. എന്നാ അപ്പോഴത്തന്നെ ആ നാട്ടില് ഇങ്ങനെ കുപ്പിയും പൊറുക്കി ജീവിക്കുന്ന വളരെ മോശപ്പെട്ട താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു. അപ്പൊ നമ്മളെന്താ പറയാ? മറ്റേ മയ്യത്ത് കട്ടിൽ എടുത്തുകൊണ്ടിരുന്നത്, അത് മറ്റേത് വേണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ആദ്യം പോയ കട്ടിലൊന്ന് കഴുകിയിട്ട് അങ്ങനെ പറയുന്ന ഒക്കെ ഒരേ കട്ടിലാണ്. കാരണം ഈ പൊലിമ ഈ മഹിമൊക്കെ ഇവിടെ ഉള്ളതാണ്. മണ്ണിന്റെ അടിയിൽ പോയ ഒപ്പം എല്ലാരും കവള് മണ്ണിൽ വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ നീക്കും വെച്ചാണ്ട് മണിയറയിൽ സന്തോഷമാണ്, മണിയറയിൽ മനോഹാരിത തുടിച്ചു നിൽക്കുന്ന പരവതാനിയാണ്. മണിയറയിൽ അതാ പൂമാലകൾ ചാർത്തിയിട്ടുള്ള മണിയറയിൽ നിന്റെ ഭാര്യയുടെയും പേരും ഫോട്ടോക്കും താഴെ വളരെ സുന്ദരമായി നിദ്ര കൊള്ളുന്ന മനുഷ്യ, നിന്നെ ഉണർത്താൻ അതിരാവിലെ കടന്നു വരുന്നത്, ഓഫീസിൽ പോവാ നിന്നെ മുട്ടി വിളിക്കാൻ കടന്നു വരുന്നത് മണിയറയിലെ നിന്റെ സഖിയാണ്. അല്ല, പ്രാതൽ ഭക്ഷണവുമായി കോണി കയറി വരുന്നത് മണിയറയിലേക്ക് നിന്റെ മണവാട്ടിയാണ്. അല്ലേ, മണിയറയിലെ മനോഹരമായ കട്ടിലുള്ള മിനുസായ ബെഡിൽ കടന്നുകൊണ്ട് പുറത്ത് തീഷ്ണമായ ഉഷ്ണമുണ്ടെങ്കിലും അതല്ല, മണിയറയിലേക്ക് അങ്ങ് കടന്നാൽ ഒറ്റ ബട്ടനമർത്തിയിട്ട് AC കൂളിങ്ങില് തീഷ്ണമായ ഉഷ്ണമറിയാതെ സുഖമായി കടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട മണവാളനെ, ഇതിൽ നിന്ന് നിന്നെ പടച്ച തമ്പുരാൻ മണിയറയിലേക്ക് അങ്ങ് ക്ഷണിച്ചാൽ, അല്ലാ, കല്യാണം കഴിഞ്ഞ 10ാമത്തെ ദിവസമാണ്. 2 ആഴ്ച മുമ്പ് തിരൂരിൽ ഒരു മുഅദ്ദിൻ മരിച്ചു പോയത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. 2 മാസം മുമ്പ് ഈ പാവപ്പെട്ടവനെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വാള് പറയാൻ വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട ഒരു സഹോദരന് ഞാൻ വാള് പറയാൻ വേണ്ടി അവിടെ എത്തുന്നതിന്റെ
തലേന്ന് ഇന്നാലില്ലാ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്കാണ്. എത്രയെത്ര ആളുകൾ പ്രസംഗത്തിനിടയിൽ മരിച്ചുപോയി, എത്രയെത്ര ഗാനം ആലപിക്കുന്നവർ, പാട്ട് പാടുന്ന പാട്ടുകാർ അതിനിടയിൽ മരിച്ചുപോയി, എത്രയെത്ര എഴുത്തുകാർ എഴുതാൻ വേണ്ടി പേനയും പേപ്പറും മുമ്പിൽ വെച്ചപ്പോൾ ഇന്നാലില്ലാ മരിച്ചുപോയി ഉമ്മാ. എത്രയെത്ര മണവാട്ടികള് അതാ ചമഞ്ഞൊരുങ്ങിയിട്ട് അണിഞ്ഞൊരുങ്ങി മണവാളന്റെ മണിയറയിലേക്ക് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ അലച്ചയുമായി ആഭരണങ്ങൾ നിറഞ്ഞ ശരീരം കുലുക്കി നടക്കുമ്പോൾ ആക്സിഡന്റിൽ ഇന്നാലില്ലാ 150 പവനും 200 പവനും ശരീരത്തിൽ വാരി വലിച്ചു ധരിച്ചുകൊണ്ട് ചലിക്കുന്ന ജ്വല്ലറിയായി മണവാളന്റെ മണിയറയിലേക്ക് പുഞ്ചിരിയും പാസാക്കി യാത്ര പോകുന്ന മണവാട്ടികളിൽ എത്ര പേര് ആക്സിഡന്റിൽ അറുത്തിട്ട ആടുകളെ പോലെ റോട്ടിൽ കടന്ന് മരിച്ചവരാ. ഇന്നാലില്ലാ. എപ്പോഴാണോ പടച്ച തമ്പുരാന് തീരുമാനിച്ച ഡേറ്റെങ്കിൽ ആ ഡേറ്റിങ് ആഗതമായാൽ പിന്നെ മണിയറയില്ല, പിന്നെ മണ്ണറയാണ്. മണ്ണറയാ. ഈ മണ്ണറയാണ് സുഖമാവേണ്ടത് പ്രിയപ്പെട്ടവരെ. അവിടെയാണ് സന്തോഷം വേണ്ടത്. അല്ലാഹു തആല അവിടെ സന്തോഷത്തോടെ കിടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവനെ ഒരു കിടത്തുണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കാനില്ലേ? അല്ല, ഒരു കിടത്തില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതേതാ മഹല്ല്, ഇതേതാ മഹല്ല്? ഈ ബദർ മഹല്ലില് മരിക്കാത്ത കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളെന്ന് പറയാൻ പറ്റാറില്ല. ഞങ്ങൾ മരിക്കൊന്നുമില്ല, ഞങ്ങൾ കേരളത്തില് ആ മരിക്കാത്ത കുടുംബല്ലേ അതിൽ പെട്ടവരാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പോയ ഉടനെ തന്നെ ആ സ്ഥാനത്ത് വേറെ ആള് വരുന്നറിഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞതിനേക്കാൾ മുമ്പ് പോയി. അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ മരിക്കൂല എന്ന് പറയാൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണല്ലോ ഖുർആനും പറയുന്നത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അൽ യഖീൻ മരണത്തെ കുറിച്ച് പറഞ്ഞു. അൽ യഖീൻ ആരും തർക്കിക്കാതെ സർവാത്മന സത്യമായി, പരമസത്യമായി, നഗ്നസത്യമായി, സർവാത്മന എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ ഉറപ്പില്ലേ ആ മരണം, അത് വരുന്നത് വരെ നീ ബാത്തെടുത്തോ എന്ന് പറയും. ആരതിനെ കുറിച്ച് അറിയിച്ചത്? ഒരൊറ്റ കുട്ടി പറയുന്ന മരിക്കൂലെന്ന് പറഞ്ഞാൽ അവന് സുഖമില്ല, കുതിരട്ടത് ഉണ്ടാക്കുന്ന കാരണം അത് നടക്കൂല. അപ്പൊ മരണം ഉറപ്പാണ്, മരണാനന്തര ജീവിതവും ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഒറ്റ കാര്യം, ഇനി ഞാൻ മണിയറന്റെ സുഖം വല്ലാതെ പറയില്ലട്ടെ. മണിയറ പറയാനല്ല സ്റ്റേജിൽ കയറിയത്, അത് ഈ വിഷയത്തേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ് മണ്ണറ പറയാൻ. അപ്പൊ മണ്ണറയിലേക്ക് നമുക്ക് കടക്കാം. ഈ കടന്ന അവിടെയുള്ള അനുഭവങ്ങൾ പറയുന്നതിന്റെ ബർക്കത്തോണ്ട് അല്ലാഹു തആല മണ്ണറ നമുക്ക് മണിയറയാക്കി തരട്ടെ. അതാണ് വേണ്ടത്. മരിച്ചോട്ടെ, മരിക്കുന്ന ഉറപ്പല്ലേ. ഇന്ന് മരിച്ചാലും അൽഹംദുലില്ലാഹ് തടവറയിൽ നിന്ന് ജയിൽ പുള്ളി സ്വതന്ത്ര ലോകത്തേക്ക് രാജിവെച്ച് അൽഹംദുലില്ലാഹ് ഭാര്യന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കും പോലെ ഈ ദുനിയാവാകുന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പരലോകമാകുന്ന സ്വാതന്ത്ര്യ പ്രവിശാലമായ ലോകത്തെത്തി മണ്ണറയിൽ പോയിട്ട് നമുക്ക് മണിയറയേക്കാൾ സന്തോഷത്തോടെ അവിടെ നമുക്ക് മണവാട്ടി വരണം. ആ മണവാട്ടി നമ്മൾ ചെയ്ത അമാലുകൾ തന്നെയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.